ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു റിനൂസ് ലൈഫ് ഡയറി. വെക്കേഷൻ ചാലഞ്ച് ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെക്കേഷൻ ചാലഞ്ച് 1-ൽ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു, എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒരുപാട് കമൻസ് വന്നു. അപ്പോൾ വളരെയധികം താങ്ക്സ്. അപ്പോൾ ചാലഞ്ച് ഡേ 2 ആണ് ഞാൻ ഇന്നിവിടെ ബി കൈൻഡ് എന്നുള്ള തീമുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മക്കളെ കൈൻഡ് എന്ന് ഉദ്ദേശിച്ചാൽ ദയയുള്ളവർ, കരുണയുള്ളവരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ചെറിയൊരു ആക്ട് ചെയ്യുക, ഒരു ബിഗ് ഹാപ്പിനെസ് അവരുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഡേ 2 നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കൈൻഡ്നെസ്സിന് വേണ്ടിയിട്ട് മക്കളെ ഒരുക്കുക. അവർക്ക് ഞാൻ ഈ പറയുന്ന ചാലഞ്ചുകൾ കൊടുക്കുക. അതായത് ഫസ്റ്റ് ഡേ 2-ൽ നമ്മൾ കൈൻഡ്നെസ് പഠിപ്പിക്കാൻ വേണ്ടി ഫസ്റ്റ് ആക്ട് എന്താണെന്ന് വെച്ചാൽ, മക്കളൊന്നും ചെയ്യിപ്പിക്കാതെ വളർത്തേണ്ട. എത്ര ചെറിയ കുട്ടികളാണെങ്കിലും നമ്മൾ അവരെ കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കുക. അതായത് അവരിന്ന് ഭക്ഷണം കഴിച്ച പാത്രം അവരെ കൊണ്ട് കഴുകിപ്പിക്കുക. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ കുറച്ച് സോപ്പൊക്കെ നമ്മൾ വൃത്തി ഉണ്ടാവില്ല, അതൊന്നും നോക്കണ്ട. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോടൊപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ പ്രശംസിക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ചെയ്തത് നന്നായി, അടിപൊളിയായി എന്ന് പറയുക. പിന്നെ അതുപോലെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ എന്നിട്ട് പിന്നെ പറയാം, നീ ഒരു ചെറിയ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായി എന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് ആ കൈൻഡ്നെസ്സിൻ്റെ വാല്യൂ, ചെറിയൊരു ആക്ടിന് അവർക്ക് ഹാപ്പിനെസ് കിട്ടും. നമ്മളെ ഹാപ്പിനെസ്സും അവർക്കും ഹാപ്പിനെസ്സാണ്. അപ്പോൾ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക. മാത്രമല്ല, ഇനിയുള്ള കാലത്തൊക്കെ മക്കൾ അവരവരുടെ ജോലികൾ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചെയ്യേണ്ടി വരും, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. അങ്ങനത്തെ ഒരു തലമുറയിലാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മക്കൾക്ക് ഷെയറിങ് മെൻറ്റാലിറ്റി, അതായത് സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടോയ്സൊക്കെ ഷെയർ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ടോയ്സ് ഷെയർ ചെയ്ത് കളിക്കാൻ അവരെ കൊണ്ട് ഷെയർ ചെയ്ത് കളിപ്പിക്കുക എല്ലാവരും കൂടിയിട്ട്. അല്ലാതെ അങ്ങനെ മക്കൾക്ക് ആ ഷെയറിങ്ങിൻ്റെ വാല്യൂ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. മൂന്നാമതായിട്ട് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, വീട്ടിൽ പെറ്റ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്കുള്ള ഫുഡ് അവരെ കൊണ്ട് കൊടുപ്പിക്കുക. ഇന്നത്തെ ദിവസം അവർ കൊടുക്കട്ടെ ഫുഡ്. അപ്പോൾ അവർക്ക് ആ കൈൻഡ്നെസ്, അത് തിന്നുമ്പോൾ അവരത് തിന്നുന്നത് കാണുമ്പോഴുള്ള ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ മക്കളെ കൊണ്ട് അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കുക. പെറ്റ്സിനെ കൊണ്ട് പെറ്റ്സിനുള്ള തീറ്റകൾ കൊടുക്കുക. പക്ഷികളാണെങ്കിലോ എന്താണെങ്കിലോ അവർക്ക് കൊടുപ്പിക്കുക. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഹാപ്പിനെസ്, ഫീൽ ദ ഹാപ്പിനെസ്. അതായത് ഇത് ഈ 3 ആക്ടിവിറ്റി ചെയ്തപ്പോൾ അവർക്ക് ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ കഴിയുമ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് ഈ 3 ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു 2 ആക്ടിവിറ്റീസ് നമ്മളതായിട്ടുള്ളത് ഐഡിയക്ക് അനുസരിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഹാപ്പിനെസ് അവരെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുക. കൈൻഡ്നെസ് നമ്മളെ എന്താ പറയുക, മേക്സ് യു ആൻഡ് അതേഴ്സ് ഫീൽ ഹാപ്പി. നമ്മളെയും മറ്റുള്ളവരെയും അത് ഹാപ്പിയാക്കും അല്ലേ. പാത്രം കഴുകിയപ്പോൾ അമ്മയ്ക്ക് ഹാപ്പിനെസ് ഉണ്ടായി, നമുക്കുണ്ടായി. പെറ്റിന് ഭക്ഷണം കൊടുത്തപ്പോൾ പെറ്റിന് ഹാപ്പിനെസ് ഉണ്ടായി, നമുക്കുണ്ടായി. അങ്ങനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റായിട്ട് അവസാനമായിട്ട് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അവർക്കൊരു ബുക്ക് കൊടുക്കുക. ബുക്ക് എടുത്തിട്ട് ഇന്ന് ചെയ്ത വർക്കുകളൊക്കെ, അതായത് ഐ വാസ് കൈൻഡ് ടുഡേ എന്ന് എഴുതി ഇന്നത്തെ അവസാനം